44. രാത്രി ആ തിണ്ണയിൽ ആകാശത്തേക്ക് നോക്കി അവൾ അങ്ങനെ വേദനയോടെ ഇരുന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അപ്പോഴും അയാനയുടെ ചുമലിൽ ആരുടെയോ കൈസ്പർശം വന്നതും അവൾ എന്തോ ഓർമ്മയിൽ നിന്നും ഉണർന്നു. ആ കണ്ണുകൾ ഒന്ന് തുടച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സിദ്ധു ആയിരുന്നു. അവൻ ഒന്നും മിണ്ടാതെ അവളുടെ അരികിലിരുന്നതും അവൾ പതിയെ അവനെ ഒന്ന് നോക്കി. അവൾ നോക്കുന്നത് കണ്ടതും അവനും ഒന്ന് പതിയെ പുഞ്ചിരിച്ചു. അത് കണ്ട് അവളും ഒന്ന് പുഞ്ചിരിച്ചു. അമ്മക്ക് അച്ഛൻ പോയത് മുതൽ ഒരുപാട് സങ്കടമായിരുന്നു. പുറമെ വീട്ടിലെ പ്രശ്നവും. ഇങ്ങനെ ഇവിടെയിട്ട് കഷ്ടപ്പെടുത്തരുത് എന്ന് വിചാരിച്ചു കാണും അയാന. ആ ചുമരിൽ ചാരിയിരുന്നു ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, മരണം എന്നുള്ളത് ആരെ കൊണ്ടും തടയാൻ കഴിയില്ല. ഒരു ദിവസം ഞാനും നീയും എല്ലാം ഇതുപോലെ മരിക്കേണ്ടവർ തന്നെയാണ്. അങ്ങനെ വിചാരിച്ച് ഉള്ളിലൊതുക്കുക. അവളുടെ കയ്യിൽ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു, പക്ഷേ എനിക്ക് മാത്രം ഈ സങ്കടങ്ങൾ വരുമ്പോൾ എല്ലാം ഒരുമിച്ചായിരിക്കും. കഴിഞ്ഞു പോയത് ഓരോന്നാലോചിച്ചെടുത്ത് കരയാനാണോ നിന്റെ പ്ലാൻ? അല്പം ഗൗരവത്തിൽ ചോദിച്ചതും അവളൊന്ന് അവനെ നോക്കി. അച്ഛൻ്റെ മരണത്തിൽ പോലും ഞാൻ ഇത്രക്കും തളർന്നിട്ടില്ല ഏട്ടാ. കാരണം എന്താ അറിയോ, അന്ന് ഞാൻ തളർന്നാൽ അമ്മ തളർന്നു പോകുമെന്നറിയാം. അതുകൊണ്ട് എന്നിലൊരു മനസ്സുറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ തളർന്നപ്പോൾ എന്നെ താങ്ങാൻ സിദ്ധുവേട്ടനുണ്ടെന്ന ഉറപ്പ് എന്നിലുണ്ട്. താങ്ങാൻ ആളുണ്ടെങ്കിലേ ജീവിതത്തിലെ തളർച്ചയെല്ലാം അറിയൂ. താങ്ങാൻ ആരുമില്ലെങ്കിൽ അതും സ്വയം നിയന്ത്രിക്കും. അത് കേട്ടതും സിദ്ധു അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു കൊണ്ട് അവളെ സമാധാനിപ്പിച്ചു. നിന്റെ കൂടെ ഞാനുള്ള കാലം വരെ തളരാതെ ഞാൻ താങ്ങി പിടിക്കും. അത് കേട്ടതും അവളൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി. കാലം ആർക്കു വേണ്ടിയും ഒന്നും കാത്തുവെക്കാതെ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ദിവസങ്ങൾ അതിവേഗത്തിൽ കടന്നു പോകുമ്പോൾ അയാനയുടെ ജീവിതം തിരക്ക് പിടിച്ചു തുടങ്ങി. ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. അപ്പോൾ ഇപ്പോൾ നല്ല കുട്ടിയായി ഹോസ്റ്റലിൽ നിന്നു തന്നെ പഠിക്കുന്നു. ഏട്ടനെയും ഏട്ടത്തിയെയും പിന്നീടൊന്ന് കണ്ടിട്ടുമില്ല. അയാനയുടെ പഠിത്തമെല്ലാം കഴിഞ്ഞു. അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെ അവൾ ലാബിൽ ജോലിയും കിട്ടി. സിദ്ധു ഇപ്പോഴും അവൻ്റെ പണിയുമെല്ലാമായി പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് അയാനയുടെ ജീവിതം അവൾ സന്തോഷത്തോടെ ആസ്വദിക്കുമ്പോൾ അവളുടെ ജീവിതത്തിലേക്ക് പുതിയ അതിഥി കടന്നു വരാൻ പോകുന്ന സന്തോഷവും അവളിലുണ്ട്. അങ്ങനെ ഒരു ദിവസം, ദേ പെണ്ണെ, ഇതവിടെ വെച്ചേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അതെല്ലാം ഞാൻ നോക്കിക്കോളാമെന്ന്. അവൾ കഴുകാൻ വേണ്ടി എടുത്ത പാത്രം അവൻ വാങ്ങിക്കൊണ്ട് പറഞ്ഞു, ഓ എൻ്റെ സിദ്ധുവേട്ട, എനിക്ക് 2 മാസം ആയേ ഉള്ളൂ. സിദ്ധുവേട്ടൻ്റെ വാക്ക് കേട്ടതോളും ഞാൻ പ്രസവിക്കാൻ വേണ്ടി കാത്തു നിൽക്കുവാണെന്ന്. ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കണം. ഓ എനിക്ക് ക്ഷീണമോ ഛർദിയൊന്നും ഇല്ലല്ലോ മോളെ അമ്മൂ. അപ്പോഴേക്കും പുറത്തു നിന്നും അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വിളിക്കുന്ന ശബ്ദം കേട്ടതും അവൾ പുറത്തേക്ക് വന്നു. കൂടെ തന്നെ സിദ്ധുവും. സുമിത്രയായിരുന്നു അത്. ആ ചേച്ചിയോ, വാ. ഇല്ല മോളെ, അകത്തേക്കൊന്നുമില്ല, ചേട്ടൻ പോയിട്ടില്ല. ഞാൻ ഇന്ന് മോൾക്ക് വേണ്ടി പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് തരാൻ വന്നതാ. സുമിത്ര, ഇതെല്ലാം രാവിലെ തയ്യാറാക്കിയോ? ഇതൊന്നും വേണ്ടായിരുന്നു ചേച്ചിയെ. ഈ പ്രായത്തിൽ ഇതെല്ലാം കഴിക്കാൻ നല്ല കൊതി കാണുന്ന ടൈമാണ്. മോളിത് വാങ്ങിക്ക്, ഞാൻ വേഗം പോയി നോക്കട്ടെ. ദേവി മോൾക്ക് സ്കൂളിൽ പോകാൻ നേരമായി. സുമിത്ര, ആഹാ, സുമിത്ര ചേച്ചി നിനക്ക് എന്നും ഓരോ സ്പെഷ്യൽ കൊണ്ടുവന്ന് തരുന്നുണ്ടല്ലോ. ഇവിടെ ചുറ്റുപാടുമുള്ളവർക്കെല്ലാം നല്ല സ്നേഹമാ. ഇങ്ങനെ സംസാരിച്ചു നിന്നാൽ ടൈം പോകുന്നത് അറിയില്ല. വേഗം റെഡി ആയിക്കോ, നിനക്ക് ജോലിക്ക് പോകണ്ടേ. ഷോ, ഈ നേരം പോകുന്നതേ അറിയുന്നില്ല. അതും പറഞ്ഞ് തലക്കൊരു തല്ലും തല്ലി അവൾ അകത്തേക്ക് പോകുന്നത് അവൻ പുഞ്ചിരിയോടെ നോക്കി നിന്നു. പതിവ് ടൈമിൽ 2 പേരും ഇറങ്ങി അയാനയെ ഹോസ്പിറ്റലിൽ ഇറക്കി അവൻ നേരെ ജോലിക്ക് പോയി. അയാന, നീ ഇപ്പോ വന്ന ആ സ്ത്രീയുടെ ബ്ലഡ് ഒന്നെടുത്തേ. അത് കേട്ടതും അയാന സൂചിയും എടുത്തുകൊണ്ട് വന്നു. കൈ നീട്ടിപ്പിടിച്ചേ. ആ സ്ത്രീ നല്ല പേടിയോടെയാണ് ഇരിക്കുന്നത്. നിനക്ക് പേടിയുണ്ടോ? പേടിക്കാതെ, ഇത് ഇപ്പോ കഴിയും. അയാന അവൾ അതും പറഞ്ഞ് സൂചി കുത്തിയെടുത്തതും കഴിഞ്ഞു. കഴിഞ്ഞോ?
ഞാൻ അറിഞ്ഞതേയില്ല. അതിന് ഒരു പുഞ്ചിരിയോടെ അയാന സൂചിയിലെ രക്തം ഒരു കുപ്പിയിലേക്ക് ഒഴിക്കാൻ തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് ആ സ്ത്രീയുടെ ഭർത്താവ് വരുന്നേ. ചേട്ടാ, എന്നെ സൂചി കുത്തിയത് അറിഞ്ഞതേയില്ല. ഓ, വലിയ കാര്യമായിപ്പോയി. അവൻ അത് പിറുപിറുക്കലും അവൾ ഒരു പുഞ്ചിരിയോടെ അവളുടെ ഭർത്താവിനോട് പറയുന്നത് കേട്ട് അയാന ഒരു പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ ഭർത്താവിനെ കണ്ട് അയാന ഒന്ന് ഞെട്ടി. അതുപോലെ അവനും. ആനന്ദായിരുന്നു അത്. ആനന്ദ് അവളെ കണ്ട് അവളുടെ കഴുത്തിലെ താലിയും നെറുകയിലെ സിന്ദൂരവും എല്ലാം കണ്ട് ഒന്ന് നോക്കി. പെട്ടെന്നാണ് അവിടെയുള്ള ഒരു കുപ്പി ഉരുണ്ട് താഴേക്ക് വീഴുന്നത്. അത് കണ്ട് അയാന കുനിയാൻ പോയതും, അയാന, നീ പ്രഗ്നന്റ് അല്ലേ? കുനിയാതെ, അത് ഞാൻ എടുത്തോളാം. അവിടെയുള്ള മറ്റൊരു സ്റ്റാഫ് അതും പറഞ്ഞ് ആ കുപ്പി എടുത്തുകൊണ്ടുപോയി. അയാന അവിടെ നിന്നും പോകാൻ നിന്നതും, നിങ്ങൾ ഗർഭിണിയാണോ? ഞാനും എത്ര ആഗ്രഹിക്കുന്നുണ്ടെന്നറിയോ, പക്ഷേ അങ്ങനെ ഒരു ഭാഗ്യം ദൈവം നൽകുന്നില്ല. അവളുടെ സംസാരം കേട്ട് അയാന സങ്കടത്തോടെ അവളെ നോക്കി. നയന, അതെല്ലാം എന്തിനാ കാണുന്നവരോടെല്ലാം പറയാൻ നിൽക്കുന്നേ? ആനന്ദ്, നിങ്ങളിങ്ങോട്ട് ഭരിക്കാനൊന്നും വരണ്ട, അറിയാലോ എന്നെ, വാ. അതും പറഞ്ഞ് അവൾ എണീറ്റു പോയി. അത് കേട്ടതും ഒന്നും മിണ്ടാതെ അവളുടെ പുറകെ തന്നെ അവനും പോയി. അത് കണ്ട് അയാനക്ക് സഹതാപവും ചിരിയും എല്ലാം വന്നു. ആ, സ്ത്രീധനമാണല്ലോ വേണ്ടത്. നല്ല സ്ത്രീധനമുള്ള ഭാര്യയെ കിട്ടിയപ്പോൾ പുറകെ നടപ്പാണ് ഭർത്താവിനിപ്പോ ജോലി. അയാനാത്മ. അവൾ അവരെ നോക്കി അതും ആലോചിച്ച ശേഷം വീണ്ടും അവളുടെ പണി തുടർന്നു. അയാന ജോലിയെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങാൻ നേരം, അയാന, ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ. എൻ്റെ വിവാഹത്തിന് നീയും ഭർത്താവും കൂടെ നേരത്തെ അങ്ങ് എത്തണം. ഞാൻ വരാം. MLT ഒപ്പം പഠിച്ച് ഒരേ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരാണ് നമ്മൾ. നീ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഒത്തിരി വിഷമമാവും. കേട്ടല്ലോ, നിന്റെ സിദ്ധുവേട്ടനെ കണ്ടിട്ട് ഞാൻ പോകുന്നു. അവൾ അത് പറഞ്ഞ് തീരലും അപ്പോഴേക്കും സിദ്ധുവിന്റെ വണ്ടി പുറത്തു വന്ന് നിന്നിരുന്നു. വന്നല്ലോ നിന്റെ സിദ്ധു. അതും പറഞ്ഞ് രണ്ടുപേരും പുറത്തേക്ക് നടന്നു. ദേ, നാളെ എൻ്റെ വിവാഹമാണ്, മറക്കാതെ ഇവളെയും കൂട്ടി നിങ്ങൾ വരണം. പ്രിയ, അതിനെന്താ, വരാലോ. എന്നാ ഓക്കെ, ഞാൻ വേഗം പോകാൻ നോക്കട്ടെ. ഇന്നൊരാവശ്യമുള്ളത് കൊണ്ട് വന്നതാ ഇവിടേക്ക്. ഇനിയിപ്പോ ഒരാഴ്ച ലീവായിരിക്കും. നാളെ വരണം രണ്ടുപേരും. ഓക്കെ. അയാനയും സിദ്ധും നിന്ന് നേരെ പോയത് വേണു അച്ഛൻ്റെ വീട്ടിലേക്കായിരുന്നു. അവർ അവിടെ എത്തിയതും പുറത്ത് കസേരയിൽ ചാരി കിടക്കുന്ന വേണു അവരെ കണ്ടതും സന്തോഷത്തോടെ എണീറ്റു. സാരദേ, ഇതാ മക്കൾ വന്നിരിക്കുന്നു. എന്തൊക്കെയാ വേണു അച്ഛാ, സുഖമല്ലേ? മരുന്നെല്ലാം കുടിക്കാറില്ലേ മാഷേ? മക്കളെ, സുഖം. പ്രായമായതിൻ്റെ ചെറിയൊരു ഷുഗർ പ്രശ്നം. പിന്നെ എന്നെ കാണാൻ ഇടയ്ക്കിടക്ക് എൻ്റെ മക്കൾ വരുന്നുണ്ടല്ലോ. ആഹാ, മോള് വന്നോ? ഇന്നലും കൂടെ മായ അമേരിക്കയിൽ നിന്നും വിളിച്ചപ്പോൾ പറഞ്ഞേ ഉള്ളൂ, എൻ്റെ അമ്മ മോള് ഇവിടേക്ക് നിന്റെ കുറവറിയാതിരിക്കാൻ വരുമെന്ന്. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ഇവിടേക്കല്ലാതെ എവിടേക്ക് പോകാനാ? അന്നും ഇന്നും എന്നെ മോളെ പോലെ കാണുന്ന എൻ്റെ ഈ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്കല്ലേ വരേണ്ടത്? മക്കൾ അകത്തേക്കിരിക്ക്. എല്ലാവരും കൂടെ അകത്തേക്ക് കയറി. മായ വിളിക്കാറുണ്ട് എനിക്ക്. വരുണിന് ജോലി തിരക്കും പിന്നെ മോളെ വികൃതിയെല്ലാമായിട്ട് നിന്ന് തിരിയാൻ നേരമില്ല. ഒരു ദിവസം അവിടേക്ക് വരണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. കല്യാണം കഴിഞ്ഞ പിന്നെ അവിടെയല്ലേ മോളെ. ഞങ്ങളുടെ പേരക്കുട്ടിയെ ഒന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു സങ്കടമേ ഉള്ളൂ. മോളും മോനും അവിടേക്ക് വരാൻ പറഞ്ഞു വിളിക്കും. എനിക്ക് ഈ മണ്ണും വീടുമെല്ലാമാണ് ലോകം. ഇപ്പോ ഈ ഫോണും വീഡിയോ കോളും എല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നു. അതിനല്ലേ ഞാൻ ഇവിടെ ഉള്ളത്. അത് കേട്ടതും അവർ അവളുടെ തലയിൽ ഒന്ന് തലു. നിനക്ക് കഴിക്കാൻ എന്നു പറഞ്ഞ് ഇവൾ കുറേ അച്ചാറും പലഹാരവും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേണം. അവിടെ അയൽവാസികളെല്ലാം ഇവൾക്ക് എന്നും എന്തെങ്കിലും എല്ലാം കൊണ്ടുവന്ന് കൊടുക്കും. അപ്പു വരാനായോ മോളെ? അവനിനി വെക്കേഷൻ അല്ലേ, അവൻ വൈകാതെ വരും. അന്ന് രാത്രി വരെ അവർ ഒരുപാട് നേരം അവിടെ നിന്നു. ചായയും ശേഷം ഭക്ഷണവും എല്ലാം കഴിച്ചതിനു ശേഷമാണ് അവർ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. തുടരും. സ്റ്റോറി അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്.
വൈകാതെ സ്റ്റോറി 2-3 പാർട്ടോടെ തീരുന്നതാണ്.